പ്രൈസ് ദി ലോർഡ്. യോനയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. നോക്കുക, യോനയുടെ പുസ്തകം നാം വായിക്കുമ്പോൾ യോനായോട് കർത്താവ് പറഞ്ഞു, നീ നിനവേ എന്ന പട്ടണത്തിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കണം. 40 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതിനെ നശിപ്പിക്കും. ഇത് വിളിച്ചു പറയുവാൻ പറഞ്ഞു. പക്ഷെ യോന അനുസരിക്കാതെ പോയ വഴികളൊക്കെ നമുക്കറിയാം. ഒടുവിൽ യോനയെ ആ 2-ാം പ്രാവശ്യം ദൈവം വീണ്ടും നിയോഗിക്കുക. എന്തുകൊണ്ട്? പക്ഷേ നമ്മൾ ചിന്തിക്കും, യോനയോട് പറഞ്ഞ കാര്യം യോന ചെയ്തില്ല, അപ്പോൾ പിന്നെ ദൈവം അങ്ങ് നശിപ്പിച്ച് കളഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ വേറൊരാളെ നിയോഗിച്ചാൽ പോരെ എന്ന് നമുക്ക് ചിന്തിക്കാം. യോനായെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചു. യോന അത് ചെയ്തില്ല. യോന അതിൽ നിന്നിട്ട് വിട്ട് ഒളിച്ചോടിപ്പോയി. എന്തുകൊണ്ടാണ് വീണ്ടും അനത്തിനെ തിരിച്ചു കൊണ്ടുവന്നറിയാവോ? അത് നമ്മോടുള്ളൊരു പാഠമാണ്. ദൈവം നമ്മെ ഒരു കാര്യം ഏൽപ്പിച്ച് നിയോഗിച്ചയക്കുമ്പോൾ അത് നാം തന്നെ ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിച്ചാൽ അത് നാം തന്നെ ചെയ്യേണ്ടി വരും. അത് ഞാൻ എവിടെ ഒളിച്ചോടിപ്പോയാലും, ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും, സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ പോയാലും, മത്സ്യത്തിൻ്റെ വയറ്റിൽ പോയാലും, ഹല്ലേലൂയ, തിരിച്ചു കൊണ്ടുവന്ന് ദൈവം എന്നെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് കർത്താവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ ആ ഒളിച്ചോടി പോകാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഹല്ലേലൂയ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. പല പ്രാവശ്യം ദൈവത്തിൻ്റെ ആലോചന നാം കേട്ടിട്ടും, ആമേൻ, പല സമയങ്ങളിലും ഒളിച്ചോടിപ്പോയിട്ട് ചെയ്യാൻ മനസ്സില്ലാതെ, അനുസരിക്കാനും അനുദവിക്കാനും മാനസാന്തരപ്പെടാനും മനസ്സില്ലാതെ ഒളിച്ചോടി പോകുമ്പോൾ നാം ഒന്ന് ഓർക്കണം, മത്സ്യത്തിൻ്റെ വയറ്റിലിട്ടായാലും സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ടായാലും, ആമേൻ, ദൈവം നമ്മെ പിടിക്കും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തിന് എന്നെക്കൊണ്ടൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് ദൈവം ചെയ്തിരിക്കും. അതിനെ മറുത്തു നിൽക്കാനോ അതിനെ തടയിടാനോ നമുക്ക് കഴിയില്ല എന്ന് ദൈവം നമ്മെ ഈ യോനയുടെ അനുഭവത്തിലൂടെ പഠിപ്പിക്കുക. യോനയെ വീണ്ടും ദൈവം അവിടെ തന്നെ നിയോഗിക്കുകയാണ്. യോന ചെന്ന് നിനവെ പട്ടണത്തിൽ ചെന്ന് പ്രസംഗിച്ചു. 40 ദിവസം കഴിയുമ്പോൾ ഈ പട്ടണം നിർമൂലമാകും, ഈ പട്ടണം നശിച്ചു പോകും. വേറെ ഒന്നും പ്രസംഗിച്ചില്ല. ഹല്ലേലൂയ. പക്ഷേ അവിടുത്തെ ജനം യഹോവയെ ഭയപ്പെട്ടു. സ്തോത്രം. അവർ ദൈവത്തിൽ വിശ്വസിച്ചു. അതിൻ്റെ 5-ാമത്തെ വാക്യം. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. നിനവേക്കാർ പെട്ടെന്ന് അവനെ യോനായെ തല്ലിയോടിക്കുകയല്ല ചെയ്തത്. അവർ ദൈവത്തെ വിശ്വസിക്കാനിടയായി. ഏക മനസ്സോടെ ദൈവത്തെ വിശ്വസിക്കാനിടയായി. അതിലും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വർത്തമാനം നിനവെ രാജാവിൻ്റെ അടുക്കിലെത്തി. ഈ രാജാവ് ചെയ്തത്, ആദ്യം അവൻ എൻ്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി. 6-ാമത്തെ വാക്യം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി അവൻ വെണ്ണീറിലിരുന്നു, രട്ടെടുത്ത് വെണ്ണീറിലിരുന്നു. അവൻ മാനസാന്തരപ്പെടുവാൻ ആഹ്വാനം ചെയ്തു. ജനത്തോട് പറയുക, ഹല്ലേലൂയ, ഇന്നു മുതൽ ആരും വെള്ളം കുടിക്കരുത്, ആഹാരം കഴിക്കരുത്, ഒരു സുഖകരമായ അനുഭവങ്ങളും ആർക്കും ഉണ്ടാകണ്ട. ദൈവസന്നിധിയിൽ അനുദപിച്ചിരിക്കുക, അനുദപിച്ച് മാനസാന്തരപ്പെടുക, നിങ്ങൾ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുക. ആമേൻ. എന്തുകൊണ്ടാണ് അത് ചെയ്തത്? ദൈവം ഒരു മുന്നറിയിപ്പ് ജനത്തിന് കൊടുക്കുകയാണ്. നാം ഒന്ന് മനസ്സിലാക്കണം, ദൈവം നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഒരു നാശത്തിൻ്റെ വർത്തമാനമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നശിപ്പിച്ചു കളയും അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയും എന്ന് പറയുന്ന കാര്യം എന്തിനാണ് പറയുന്നത്? ഒരു മുന്നറിയിപ്പ് എന്തിനാണ് തരുന്നത്? ഹല്ലേലൂയ. റോഡുകളിലൊക്കെ മുന്നറിയിപ്പ് ബോർഡുകൾ എന്തിനാണ് വെക്കുന്നത്? ആ വെച്ച ആൾക്ക് എന്ത് ചെയ്യണം? ആ അതോറിറ്റിക്ക് നമ്മോടൊരു ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് നമ്മോടൊരു ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. ഒരു നാശം വരുന്നതിന് മുമ്പേ ചില മുന്നറിയിപ്പുകൾ തരുവാൻ നമുക്ക് ദൈവത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഇന്ന് ലോകത്തിൽ ഹല്ലേലൂയ കൊറോണ ബാധിച്ചു. അതിനുശേഷം ഇപ്പോൾ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ദിനംതോറും 100 ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നാം പറയും നമ്മുടെ ഭവനത്തിലല്ലല്ലോ, നമ്മുടെ ദേശത്തല്ലല്ലോ സംഭവിക്കുന്നത്, അത് അവിടെയല്ലേ ഇവിടെയല്ലേ എന്ന് പറയാൻ കഴിയും. പക്ഷേ ദൈവം എന്തിനാണ് നമ്മുടെ കണ്ണു മുമ്പിൽ, നമ്മുടെ ചെവി കേൾക്കുന്ന വിധത്തിൽ ഇതൊക്കെ കാണുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നത്? ഹല്ലേലൂയ. ഒരു മുന്നറിയിപ്പാണ്. ഹല്ലേലൂയ. പലതിൻ്റെയും മുന്നറിയിപ്പാണിത്. ഹല്ലേലൂയ. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് സമയങ്ങൾ തരികയാണ്.
നമുക്ക് ചില അവസരങ്ങൾ ഉണ്ടാക്കി തരിക ദൈവം മാനസാന്തരപ്പെടുവാൻ. ഹല്ലേലൂയ. ദൈവം നേരിട്ട് വന്ന ഒരാളോട് പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നാം മാനസാന്തരപ്പെടുവാനുള്ള സമയങ്ങൾ ഒരുക്കി തരികയാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ രാജാവ് ആദ്യം ചെയ്തത് എന്താണെന്നറിയാം? അവൻ താഴെ ഇരുന്നു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു. ഇന്നത്തെ ആത്മീക രാജാക്കന്മാർ, അല്ലെങ്കിൽ രാജാക്കന്മാരെ പോലെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ജനത്തോട് കൽപ്പിക്കാൻ മാത്രം അവർക്ക് കഴിയും. അവർ അനുദപിക്കുക എന്ന് ജനത്തോട് പറഞ്ഞിട്ട് അവർ സിംഹാസനത്തിൽ ഇരിക്കുക, ഇറങ്ങുന്നില്ല. പക്ഷെ ഈ രാജാവിനെ നോക്കുക, അവൻ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി. അവൻ സാധാരണ വസ്ത്രം ധരിച്ച് രട്ടുടുത്ത് വെണ്ണീറിലിരുന്ന് ചാരത്തിലിരുന്ന് ഹല്ലേലൂയ അനുദപിച്ചു. ജനത്തെ ഉപദേശിച്ചു, നിങ്ങൾ ദുർമാർഗങ്ങളെ വിട്ടു തിരിയണം. നോക്കുക, ആ രാജാവിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു അവിടെ. അവർ അങ്ങനെ തന്നെ ചെയ്തു. മൃഗങ്ങൾ ഉൾപ്പെടെ വെള്ളം കുടിക്കാതെ ഹല്ലേലൂയ ഉപവസിക്കുവാനിടയായി തീർന്നു. ഈ അനുഭവം ദൈവം കണ്ടിട്ടാണ് ആ 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞു എന്നവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ. ആമേൻ. നോക്കുക, ദൈവത്തിൻ്റെ ഉദ്ദേശം അവിടെ നടപ്പാകുകയാണ്. ദൈവത്തിൻ്റെ ഹിതം അവിടെ നടപ്പാകുകയാണ്. ദൈവം ആഗ്രഹിച്ചത് അത് തന്നെയാണ്. അവർ മാനസാന്തരപ്പെടണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിച്ചത്. അത് തന്നെ ദൈവത്തിൻ്റെ ആ നിനവയിലെ ജനം അത് ദൈവത്തിന് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പ്രവൃത്തികളാൽ കാണിച്ചു കൊടുത്തു. നാം തീരുമാനങ്ങൾ എടുക്കും, പക്ഷേ പ്രവൃത്തികളാൽ അത് ചെയ്യുന്നില്ല. നാം ഹല്ലേലൂയ അനുദപിക്കുന്നു എന്ന് പറയും, പക്ഷേ പ്രവൃത്തികളാൽ ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ മാനസാന്തരം വെളിപ്പെടുത്തണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തെ ദൈവത്തിന് തരാൻ കഴിയത്തുള്ളൂ. കപടമായ ജീവിതത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. ദൈവത്തിന് നമ്മൾ പ്രസാദിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ ഈ അനുതാപം വെളിപ്പെടണം. നമ്മുടെ സംസാരത്തിൽ വെളിപ്പെടണം, നമ്മുടെ പ്രവൃത്തികളിൽ വെളിപ്പെടണം, നമ്മുടെ ചിന്തകളിൽ വെളിപ്പെടണം. എന്നാൽ മാത്രമേ ഹല്ലേലൂയ ദൈവത്തിന് അതൊരു പ്രസാദകരമായി മാറത്തുള്ളൂ. അങ്ങനെ ഒരു ജീവിതം ചെയ്യുവാൻ അനുതാപത്തിൻ്റെ ഹല്ലേലൂയ ദിവസങ്ങളിൽ നാം കാണുകയും കേൾക്കുകയും മുന്നറിയിപ്പുകളെ കേൾക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് നമ്മുടെ പ്രവൃത്തികളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദമുള്ളത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.